നമസ്കാരം കുട്ടികളും, സോമൻ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലസ് ടു കാരുടെ ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രേഷൻ നമ്മുടെ ചാപ്റ്ററെ നമ്മൾ പല കുട്ടികളും പഠിച്ചതെന്ന് ഇത്തിരി കോളമാണ്. ആദ്യത്തെ കുറെ റിസൾട്ടുകളും പിന്നെ ചെറിയ ചോദ്യങ്ങളുമാണ് ആകെ പഠിച്ചിരുന്നത്. പിന്നെ വലിയ ക്വസ്റ്റൻസുകളൊക്കെ ചെയ്ത് പഠിച്ചവരുണ്ട്. എന്നാൽ ഒരു 80% ആൾക്കാരും ചെറിയ ചോദ്യങ്ങളെ ഒതുങ്ങിയേക്കുക. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയൊക്കെ നല്ല ഹൈ ലെവൽ ക്വസ്റ്റൻസുകളൊക്കെ പഠിച്ചെങ്കിലേ നമുക്കൊരു എക്സാമിന് ഫുൾ മാർക്കോ അല്ലെങ്കിൽ ഒരു നല്ല മാർക്ക് A+ഓ എയിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. അല്ല ചെറിയ ചോദ്യങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും പറ്റത്തില്ല. ഒന്നാമത് പ്രത്യേകിച്ച് ഇന്റഗ്രേഷൻ ഇത്തിരി നമ്മുടെ മാർക്സ് ഇത്തിരി കൂടുതലാണ്, വെയിറ്റേജ് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളോട്ട് പോകരുത്. നല്ലൊരു ക്വസ്റ്റൻ ആണ്, നമുക്ക് എക്സാമിന് വരാൻ പറ്റുന്ന അടിപൊളി ഒരു എക്സ്ട്രാ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒക്കെ നോക്കിക്കേ. ഇന്റഗ്രൽ 0 to a dx by 1 plus 4x² is equal to π/8. Then the value of a. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഇന്റഗ്രലിൽ കിടക്കുന്ന ടൈമിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഓക്കെ ആയി. ഇയാൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഏത് റിസൾട്ട് ആണ് എന്നുള്ളത് ആദ്യമേ നമുക്ക് മനസ്സിലായെങ്കിൽ സ്റ്റാർട്ടിങ് പറ്റത്തുള്ളൂ. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ പഠിച്ചതും പ്രകാരം ഏതെങ്കിലും റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കിക്കേ. ഈ dx-നെ നിങ്ങൾ അങ്ങ് മാറ്റിക്കോ. dx-നെ മാറ്റിയിട്ട് 1 എന്നങ്ങ് വായിച്ചോ. 1/1 plus 4x². ഓക്കെ, ഈ 4 ഇല്ലായിരുന്നെങ്കിൽ എന്തുവായിരുന്നേനെ? ഇപ്പൊ പലർക്കും ഇത് കത്തും. 1/1 plus x² tan inverse. ഓക്കെ, അവിടെ ഒരു 4 കടന്നുകൂടി എന്നുള്ളതല്ലാതെ വേറെ ശല്യമൊന്നും ചെയ്തില്ലല്ലോ. ഈ ചെറിയ മാറ്റങ്ങൾ പോലും കുട്ടികൾക്ക് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു രീതി കൂടി എത്തുന്നില്ല. അതാണ് നമ്മൾ ആ പഠിച്ചതുപോലെ വരണം. അങ്ങനെ ആവണമെന്നില്ല. പഠിച്ചതുപോലെ മാറിയൊക്കെ വരുന്നതിനെയും നമുക്ക് കണ്ട് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി ഇത് നമുക്ക് ടാൻ ഇൻവേഴ്സിന്റെ റിസൾട്ടിലോട്ട് മാറ്റാം. അപ്പൊ ദാറ്റ് ഈസ് നോക്കിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നത് 0 to a. ഞാൻ 1 ആക്കുവാണേ. 1 plus 4x² 2x² എന്ന് എഴുതാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 4-നെ കോമൺ എടുത്തും ചെയ്യാം. 4-നെ കോമൺ എടുക്കുമ്പോൾ ചുമ്മാതെ സമയം ഇത്തിരി കൂടുതലും ആവും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ കൊണ്ടൊന്ന് പഠിച്ച് ഇച്ചിരി ഈസി ആവും. ഓക്കെ, അപ്പൊ 1/1 plus 2x² നോക്കിയേ. ഇന്റഗ്രൽ 1/1 plus x² dx എന്ന് പറഞ്ഞാൽ അതാരാ മോനെ? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇന്റഗ്രൽ 1/1 plus x² ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഇത് നോക്കിക്കേ. 1/1 plus 2x². 1/1 plus x² ആണ് ടാൻ ഇൻവേഴ്സ്. ഇത് 1/1 plus 2x² ആണ്. അപ്പൊ അപ്പോഴും നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ചെറിയൊരു വ്യത്യാസം ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ആരെന്ന് എഴുതണം മോനെ? 2x എന്ന് എഴുതും. ഇവിടെ x² ആയപ്പോൾ ഇവിടെ x എഴുതി. അപ്പൊ 2x² ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് 2x. തീർന്നില്ല. /2. ഓക്കെ, /2 ഓവർ ദ ലിമിറ്റ് 0 to a ഈക്വൽ എത്ര മോനെ? π/8. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. ഇതൊക്കെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം സമയമൊക്കെ ചെലവഴിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇന്റഗ്രേഷൻ പഠിക്കാൻ അങ്ങോട്ട് വീട്ടിലിരുന്ന് ചെയ്യുക. ഒരിക്കലും അങ്ങനെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇരുത്തി നമ്മൾ ട്യൂഷനിലോ ക്ലാസ്സിലൊക്കെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ അങ്ങ് പഠിക്കും. തന്നെ എടുത്തു വെച്ച് പഠിക്കുന്ന പണിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഞാൻ അങ്ങോട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുത്തെ ഈ 2-നെ നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2x ഓവർ ദ ലിമിറ്റ് 0 to a ഈക്വൽ 2 അങ്ങോട്ട് ചെല്ലുമ്പോൾ 2 തന്നെ ഇവിടെ എത്തും കേട്ടോ. ദാറ്റ് ഈസ് 2π/8. 2π/8 ആരായിട്ട് മാറുമോനെ? π/4. ഓ നോക്കിക്കേ. ടാൻ ഇത് π/4. ടാൻ ഇൻവേഴ്സും π/4 ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ചെയ്യുന്ന രീതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്കി ചെയ്യാം. ഈ എക്സിന് പ്ലേസ് 0 ആദ്യം a കൊടുക്കണം, പിന്നെ ആരെ കൊടുക്കണം മോനെ? 0. ഓക്കെ, അപ്പൊ ഇതെന്ത് കിട്ടും നോക്കിക്കേ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2a മൈനസ് ടാൻ ഇൻവേഴ്സ് 0. എങ്ങനെ 0 ആയത്? x 0 ആകുമ്പോൾ 2 × 0 എത്ര? 0 ഈസ് ഈക്വൽ എത്രയാണ്? π/4. ദാറ്റ് ഈസ് ഇയാളെ വേണ്ട. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2a ഈക്വൽ ടു π/4 or 2a equal to tan π/4 എന്നാകത്തില്ലയോ? അറിയാമല്ലോ. ടാൻ ഇൻവേഴ്സ് 2a നിന്നും ദിസ് 2a ഈക്വൽ വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് വരുമ്പോൾ വെറും ടാൻ ആവും. ദാറ്റ് ഈസ് ടാൻ π/4. ടാൻ π/4 എത്ര മോനെ? 1. ഓക്കെ, അപ്പൊ 2a ഈക്വൽ ടു 1 എന്നായി. therefore a-യുടെ വാല്യൂ എത്ര കിട്ടും മോനെ? 1/2. ഇത്രയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണോ? അപ്പൊ ഇതൊക്കെ പക്ഷെ വന്നു കഴിഞ്ഞാൽ ആരും ചെയ്യാനും പോകുന്നില്ല. എന്നിട്ട് പറയും ക്വസ്റ്റ്യൻ ടഫ് ആണ്, ഔട്ട് ഓഫ് സിലബസ് ആണ്. പക്ഷെ എല്ലാം നമ്മുടെ പഠിച്ച സിലബസും പഠിച്ച ചോദ്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ എൻട്രൻസ് ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം.
അടിപൊളിയായിട്ട് മാത്സിനെ നമുക്ക് മറ്റേ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഞാൻ മാത്സിനെ നമ്മൾ തന്നെ എടുക്കുന്നതാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള റാങ്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്, അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസ്. ഓക്കെ, എല്ലാം തന്നുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം. ഇത്രമേ ഉള്ളൂ നിങ്ങളുടെ ക്ലാസ്സിനുള്ള ഫീസ്. ഓക്കെ, ഇത്രയും മാത്രം, വേറെ ഒന്നുമേ ഇല്ല. അപ്പൊ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം, നമുക്ക് നല്ല റാങ്ക് നേടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.